നിസ്തുല്യനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അനേകർ ഈ ലോകത്തിൽ വളരെയധികം കഷ്ടങ്ങളാലും ശോധനകളാലും ഒക്കെ പ്രയാസപ്പെടുന്നു. ഇത്രത്തോളം ആരോഗ്യത്തോടെ നമ്മെ കാക്കുന്നു. നമുക്ക് ആരോഗ്യം തന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറെ നന്ദിയുള്ളവരായിരിക്കണം നാം. ഒരു കഥയിലൂടെ തുടങ്ങാം. കഥയാണല്ലോ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം. ഇവിടുത്തെ കഥയല്ല, അമേരിക്കയിലെ കഥയാണ്. അമേരിക്കയിലെ ഒരു പാസ്റ്റർ കുതിര ഓടിക്കാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ താനൊരു കുതിരയൊക്കെ വാങ്ങിച്ചു. ഹോഴ്സ് റൈഡിങ്ങിൽ നല്ല കമ്പമുള്ള ആളാണ്. കുതിരയുമായിട്ട് അങ്ങനെ ഉല്ലസിച്ച് നടന്നു. പാസ്റ്റർ ആയതുകൊണ്ട് 2 കമാൻഡ്മെന്റ് കുതിരയെ പഠിപ്പിച്ചു. 1, നിൽക്കണം എന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് പറയണം. പിന്നെ കുതിര സ്പീഡ് കൂട്ടാൻ അതിന് സാധാരണ പറയുന്ന ഓഹ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് വളരെ കൂട്ടി കുതിര മുന്നോട്ട് പായും. താനിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ച് ഒരു മലയുടെ മുകളിലേക്കൊക്കെ കയറി അതിശീഘ്രം കുതിരയെ ഇങ്ങനെ ഓഹ എന്ന് പറഞ്ഞ് അങ്ങനെ ഓടിച്ചു പോകുന്നവരെ പെട്ടെന്ന് വളരെ കിഴുക്കാൻ തൂക്കായ ഒരു ഭാഗം കണ്ടു. എങ്ങനെയോ ആമേൻ പറഞ്ഞു. കുതിര അങ്ങ് നിന്നു. നോക്കിയോർണെ ഒരു 200 അടി താഴെയാണ് താഴെയുള്ള പാറക്കെട്ടുകളുമൊക്കെ. മുകളിലോട്ടൊന്ന് നോക്കി. കൽപ്പന കൃത്യമായി കുതിര അനുസരിച്ചു. ശേഷം കാര്യം പറയേണ്ടതില്ലല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നത് ഉചിതമായ വിധത്തിലായിരിക്കട്ടെ. നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ ഈക്വിറ്റി ആക്ട് അവരുടെ സെനറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയായി. ആ ഇക്വിറ്റി ആക്ട് ഇങ്ങനെയാണ്. ഇക്വിറ്റി ആക്ട് പറഞ്ഞാൽ തന്നെ അറിയാം, ഇല്ലേ? എല്ലാവരും സമം. ആണുങ്ങൾ എന്നില്ല, പെണ്ണുങ്ങൾ എന്നില്ല എന്ന് പറഞ്ഞാൽ ബോയ്സ് ഗേൾസ് അങ്ങനെയുള്ള വിവേചനമൊന്നുമില്ല. ഇപ്പോൾ ആൻഡ്രൂസ് ഇവിടെ വന്ന് പറയാണ് ഞാനൊരു ഗേൾ എന്ന് പറഞ്ഞാൽ ഗേളാണ്. ഷീജ ഇവിടെ വന്ന് പറയുകയാണ് ഞാനൊരു ആണാണ് എന്ന് പറഞ്ഞാൽ ആണ്. ആർക്കും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. ടോയ്ലറ്റ്സ് ഒറ്റ ടോയ്ലറ്റ് ആയിരിക്കും എല്ലാവർക്കും. ചർച്ചുകൾ, ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഗവൺമെന്റിന് ആൾക്കാർക്ക് വന്ന് കിടക്കുവാൻ സൗകര്യപ്രദമായിട്ടുള്ള ഇന്നുകളായിട്ട് മാറ്റിക്കോണം. ആർക്കും ഒന്ന് നോ എന്ന് പറയാൻ തക്കവണ്ണം ഒക്കത്തില്ല. സോളംനൈസേഷൻ ഓഫ് ദ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കനെയും പെണ്ണേയും നമ്മളെ ഉഭയസമ്മതപ്രകാരം യോജിപ്പിക്കുകയാണെങ്കിൽ അത് ദാറ്റ് ആൻ ആക്ട് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ചാർജ് നേരിടേണ്ടി വരും. ഇങ്ങനെ വിവിധ കാര്യങ്ങളുണ്ട്. നാം ചർച്ചിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ നോട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞതിന്റെ സാരം, ലോകം ഏറ്റവും വഷളത്തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്നും പൊതുവെയൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. ബൈബിൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൂമി വഷളായി എന്ന് ദൈവം കണ്ടു. ആ വഷളായ ഭൂമിയിൽ നിന്ന് 8 പേരെ മാത്രം ഒരു പെട്ടകത്തിൽ കൂടെ ദൈവം രക്ഷപ്പെടുത്തി. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു? 400 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ജനം പഴയതിനേക്കാൾ വഷളായി. അപ്പോഴാണ് ദൈവം എൻ്റെ ഈ വചനം ഉൾക്കൊള്ളുവാൻ ഒരുവൻ ഉണ്ടോ എന്ന് നോക്കി മെസൊപ്പൊട്ടേമിയയിൽ അബ്രഹാമിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടത്. ഇതൊക്കെ ബൈബിൾ ചരിത്രങ്ങളാണ്. അബ്രഹാമിന്റെ കൊച്ചുമക്കളായ യഹൂദർ
ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞിട്ട് വല്ല ഗുണങ്ങളും ഉണ്ടോ? ഇല്ല. അവരും ദൈവത്തിൽ നിന്നകന്ന് കർത്താവിനെ അറിയാതെ മുന്നോട്ട് പോകും. ഇനി ഈ പെന്തക്കോസ്ത് വിഭാഗം എന്ന് പറയുന്ന നാമോ എത്ര പേർ ക്രിസ്തുവിനെ കൃത്യമായി അറിയുന്നു, അവനെ അറിയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു? എത്രയോ ദൈവത്തിന് വിപരീതകരമായ ജീവിതം ഓരോരുത്തരുടെയും അനുഭവത്തിലൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് എൻ്റെ മരുമകൾ പറഞ്ഞു, അവൾ അമേരിക്കയിലോട്ട് എല്ലാവരുടെ പോകാൻ 2 മാസം കഴിഞ്ഞ് പോകാനിരുന്നതാണ്. അപ്പൊ ഇന്ന് പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ അമേരിക്കയിൽ പോകുന്നില്ല. അതെന്താ? അത്രയ്ക്ക് മടുത്തു അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിട്ട്. നിങ്ങളൊക്കെ വിചാരിക്കും അവിടെ വലിയ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ജീവിതം നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ് നല്ലത്. ഞാനും എടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നതാണ് ഒരു തത്വം. ആ രീതിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കൂ. കൊലോസ്യ ലേഖനം ആരംഭിക്കുന്നതിന് മുൻപേ വ്യക്തമായി അവിടുത്തെ സാഹചര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നാം എടുത്തു. അത് 5 ക്ലാസ്സുകളായിട്ട് ശനിയാഴ്ച വരെ ജോൺസൺ വളരെ കഷ്ടപ്പെട്ട്, ഒരുപക്ഷെ ഞാൻ വഴക്ക് പറയുന്നത് പേടിച്ചായിരിക്കും, സാറ്റർഡേ തന്നെ അത് തീർത്തു. അത് 5ഉം കേട്ടവരെന്ന് കൈപൊക്കിക്കേ. അത് 5ഉം കേട്ടവർ അല്ല. ബാക്കിയുള്ള ക്ലാസ്സിൽ വന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് കേൾക്കണം നിർബന്ധവും ഇല്ല, കാരണം ക്ലാസ് എടുക്കുന്നത് തന്നെയാണല്ലോ അവിടെ കേൾക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ദൈവേഷ്ടത്താലാണ്, എന്റെ ഇഷ്ടമൊന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്താ പൗലോസ് പറയുന്നത്? ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും. വളരെ വ്യക്തമായി നാം അത് മനസ്സിലാക്കണം. ഒന്ന്, അപ്പോസ്തലത്വം ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായി താൻ സൂചിപ്പിക്കുമ്പോൾ, പൗലോസിന്റെ നിജപുത്രനായ തിമത്തിയോസിനെ കുറിച്ചാണ് പറയുന്നത്. തിമത്തിയോസ്, നീ അപ്പോസ്തലനല്ല, നീ ശിഷ്യനാണ്, സഹോദരനാണ്. ശിഷ്യൻ എന്നത് ഒരു കോമൺ പദമായി ഉപയോഗിക്കുമ്പോൾ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു, ഞാൻ അപ്പോസ്തലനാണ്, നീ സഹോദരൻ ആണ്. അപ്പോൾ സഭാതലത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വിവിധ ഉത്തരവാദിത്വങ്ങൾക്ക് കൃത്യമായ വില കൽപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. ഞാൻ ആരാണ്? അപ്പോസ്തലൻ. അപ്പോസ്തലൻ എന്താ എന്നത് നമുക്കിന്ന് പഠിക്കുവാൻ ശ്രമിക്കാം. സഹോദരൻ എന്നത് നമുക്കിന്ന് ആ ക്ലാസ് തീരുന്നതിന് മുൻപ്, അപ്പോസ്തലത്വം തീരുകയാണെങ്കിൽ അത് പഠിക്കാം, ഇല്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. സാധാരണഗതിയിൽ അപ്പോസ്തലനായി എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റില്ല. ചില പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നുണ്ട്, ഞാൻ അപ്പോസ്തലനാണ്, അപ്പോസ്തൽ. നോ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഇന്ന് അപ്പോസ്തലത്വത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായി തീരും. ഇവിടെ ഇരിക്കുന്ന ഞാനടക്കം ആർക്കും അപ്പോസ്തലനാകുവാൻ പറ്റില്ല. അതിനോടുകൂടെ ഒരു വാക്കുകൂടെ ഞാൻ ചേർക്കാം, അപ്പോസ്തലനാകാം. അർത്ഥം,
നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്ന നമുക്ക് അപ്പോസ്തലത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുന്ന ആരെയും കുത്തി നോക്കിക്കാമെന്ന് വിചാരിക്കരുത്. എൻ്റെ രീതി അങ്ങനെ. രാത്രി 8 മണിക്ക് സഹോദരനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം, അതൊരാവശ്യം ഇല്ലേ? പക്ഷേ സഹോദരനോട് പറയുക, എനിക്കൊരു ബൈബിൾ ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് അങ്ങോട്ട് പോയിക്കോ സ്റ്റേഷൻ വരെ പറയാൻ പറ്റൂ? അതാ ഞാൻ പറഞ്ഞത്, നാം അപ്പോസ്തലത്വത്തിന് യോഗ്യരല്ല. ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ തക്കവൻ തുടങ്ങി ഉടനെ കുഞ്ഞോടി വന്ന് വീണ് അതിന്റെ മുട്ട കാലൊക്കെ ഒന്ന് ഒരഞ്ഞ് ഉടനെ അതിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം. ഉടനെ വിളിച്ചു, സാറേ ഇന്ന് ബൈബിൾ ക്ലാസ്സിൽ വരാൻ, ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ബൈബിൾ ക്ലാസ്സിൽ വരാൻ പറ്റത്തില്ല, ഇങ്ങനെ കുഞ്ഞിന്റെ കാലൊന്നും മുറിഞ്ഞു. ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങളോ എത്ര അനിവാര്യമായ സംഗതികളോ ഒരു അപ്പോസ്തലത്വത്തിന്റെ മുൻപാകെ തടസ്സങ്ങളായി വരരുത്. നമ്മുടെ ജീവിതത്തിൽ അവ തടസ്സങ്ങളാണ്. അതുകൊണ്ട് നാം അപ്പോസ്തലത്വത്തിന് യോഗ്യരല്ല. ഞാൻ എന്നെ അടക്കാ പറയുന്നത്. അതീവ ശ്രദ്ധയോടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കുക. കുടുംബ ബന്ധങ്ങൾ, സമൂഹ ബന്ധങ്ങൾ, ഈ ലോകത്തിലെ സ്ഥാനങ്ങൾ, മാനങ്ങൾ, യാതൊന്നും അപ്പോസ്തലത്വത്തെ നിനക്ക് പ്രാപ്യമാക്കുന്നതിന് തടസ്സങ്ങളായി വരരുത്. വ്യക്തമായി ശക്തമായി വേദമത് പറയുന്നതാണ് നാം പഠിക്കുവാൻ പോകുന്നത്. അപ്പോസ്തലോസ് എന്ന ഗ്രീക്ക് പദമാണ് അപ്പോസ്തലൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ലോസ് ഓസ് എന്നൊക്കെ പറയുന്ന അതൊരു വ്യക്തിത്വത്തെ, മിക്ക ഗ്രീക്ക് പദങ്ങളും അങ്ങനെയാ വരുന്നത്. അപ്പോസ്തലോസ് എന്ന് പറയുന്നത് വൺ ഹൂ ഈസ് സെൻഡ് ഔട്ട്. അപ്പോസ്തലോസ് എന്നത് നാം കൃത്യമായി ആ പദം അപ്പോസ്തലൻ എന്ന് നാം വിവക്ഷിക്കുമ്പോൾ അപ്പോസ്റ്റലോ എന്ന പദത്തിൽ നിന്നാണ് അപ്പോസ്റ്റലോസ് ആവിർഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായി നാം അവിടെ മനസ്സിലാക്കണം, ഒരു പ്രത്യേക ദൗത്യത്തിനായി അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോസ്തലത്വം. വേദത്തിൽ ഉടനീളം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നാം അയക്കപ്പെടണം. ഇതിന്റെ ആദ്യ ഭാഗത്ത് നാം എങ്ങനെയാ വായിച്ചത്? ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ. അപ്പോൾ നാം ആരാലാണ് അയക്കപ്പെടുന്നത്? ക്രിസ്തു യേശുവിനാലാണ്. അപ്പോൾ ക്രിസ്തു യേശുവാണ് നമ്മെ ഉപദേശിക്കുന്നത്, ക്രിസ്തു യേശുവാണ് നമ്മെ നയിക്കുന്നത്. അത് കൃത്യമായി നാം മനസ്സിലാക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, അവിടെ ഒരു പ്രത്യേക ദൗത്യത്തിനായി ഗബ്രിയേലിനെ അയച്ചിരിക്കുന്നു. അതാരോട് സംസാരിപ്പാനാണ്? സഖരിയാവിനോട് സംസാരിപ്പാനാണ്. വേറെ ഒരു ദൗത്യവും അവിടെയില്ല. അവന്റെ ഭാര്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളത് അറിയിപ്പാൻ തക്കവണ്ണം ഗബ്രിയേലിനെ അയച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമായ, തെളിഞ്ഞ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഡർ. ജന്മന അപ്പോസ്തലനായവനാണ് നമ്മുടെ യേശു ക്രിസ്തു. മത്തായി 1:21. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്
നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് ആര് പറയുന്നതാ? ഗബ്രിയേൽ പറയുന്നതാ. ആരിൽ നിന്നുള്ള വർത്തമാനമായി ഇവൻ പറയുന്നത്? ദൈവത്തിൽ നിന്നുള്ള വർത്തമാനം. അനാദികാലങ്ങൾക്ക് മുൻപേ മാനവജാതിക്ക് പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ വെച്ച് എടുത്ത തീരുമാനമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏലോഹീം എന്നീ ദിവ്യത്വം. കൃത്യമായി ആ തീരുമാനമെടുക്കുമ്പോൾ അവർ നിയോഗിച്ചു പുത്രനാം ക്രിസ്തുവെ. BC 4004 ഇത് ആശ്ചര്യമായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ ഉദ്യമം ആരംഭിച്ചു. AD 30 ഈ ക്രിസ്തു ക്രൂശിന്മേൽ ഒരു യാഗമായി തീരണം. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. അപ്പോൾ വളരെ വ്യക്തമായി പിതാവാം ദൈവത്തിന്റെയും പുത്രനാം ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെയും അഭീഷ്ടം കൃത്യമായി എഴുതിയിരിക്കുന്നതാണ് മത്തായി 1:21. ഒന്നുകൂടെ വായിച്ചാട്ടെ. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കണേ. വേദപുസ്തകത്തിൽ ക്രിസ്തുവിനെ അപ്പോസ്തലനായി ചിത്രീകരിച്ചിട്ടുള്ള ഒരൊറ്റ ഭാഗമേ ഉള്ളൂ. ഒരൊറ്റ സ്ഥാനത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തിൻ സ്നേഹം ഹായത്ര ശ്രേഷ്ഠം ആയതിനാൽ